ഇനി എത്ര കറുത്ത ചുണ്ടാണെങ്കിലും അതൊക്കെ മാറി നമ്മുടെ ചുണ്ട് നല്ലതുപോലെ പിങ്കിഷ് ലിപ്സ് കിട്ടുന്ന ഒരു ലൈവ് റിസൾട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ ചുണ്ട് നല്ലതുപോലെ പിങ്കിഷ് ലിപ്സ് ആക്കി വെക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിലുണ്ടാകുന്ന ഡാർക്ക് പിഗ്മെൻറ്റേഷൻ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. സോ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി ബെസ്റ്റ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അതായത് ഇപ്പോൾ ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ അവർ നേരിടുന്ന പ്രശ്നമാണ് ഈ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. സോ അതിന് മുമ്പ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. മാത്രമല്ല അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ക്രബ്ബർ തയ്യാറാക്കുക എന്നതാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് തരിയുപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ തരിയുപ്പ് എടുത്താൽ നിങ്ങൾ മറ്റേ കല്ലുപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചുണ്ടത്ത് നാരങ്ങ ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ചുണ്ടത്തുള്ള ഏരിയ എക്സ്പ്ലോറേറ്റ് ചെയ്ത് നമ്മുടെ ഡെഡ്സിലൊക്കെ മാറും. മാത്രമല്ല നിങ്ങൾ കുറച്ച് സോഫ്റ്റായിട്ട് ചെയ്യാൻ ഞാനിത് വീഡിയോ വന്നിട്ട് ലെന്ത് ആയതുകൊണ്ട് കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. സോഫ്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഏരിയ വന്നിട്ട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ ആ ചുണ്ടിൻ്റെ ഏരിയ നല്ല സ്മൂത്തായി കിട്ടും. അടുത്ത് നമ്മൾ ഒരു പേക്ക് തയ്യാറാക്കണം. അതിന് ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഇതുപോലൊരു നമ്മളൊരു എന്താ പറയുക ഇരുമ്പ് ചട്ടിയിൽ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഉലുവയില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. സോ ഇതുപോലെ ചൂടാക്കി എടുക്കുക. ഇതാ ഈ ഒരു കളർ എത്തുന്നത് വരെ ഞാൻ ഇങ്ങനെ ചൂടാക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. സോ എനിക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേനാണ്. നിങ്ങൾക്ക് ചെറുതേൻ കിട്ടിയ അല്ലെങ്കിൽ നാടൻ തേൻ കിട്ടിയാൽ അത് ചേർത്താലും മതി. സോ ഞാൻ തേൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിലോട്ട് ലെമൺ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഇതിൻ്റെ പകുതി ലെമൺ സ്ക്രബ് ചെയ്യാൻ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഹാഫാണിത്. ഇത് ഞാൻ അതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളൊരു പേക്ക് കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചുണ്ടിലിങ്ങനെ പേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് വന്നിട്ട് എന്താ പറയുക ആ ഏരിയ ചുണ്ടിൻ്റെ ആ സ്കിൻ്റെ ഏരിയ വന്നിട്ട് നല്ലതുപോലെ പിങ്കിഷ് ആയിട്ട് നമുക്ക് കിട്ടും. ലൈവ് റിസൾട്ടാണ്. നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചുണ്ടിൽ ബോയ്സിനായാലും ഗേൾസിനായാലും സ്മോക്കൊക്കെ ചെയ്യുമ്പോൾ ചുണ്ട് വന്നിട്ട് നല്ലതുപോലെ കറുത്ത് എന്താ പറയുക പിഗ്മെൻറ്റേഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചുണ്ട് ഡാമേജ് ആവാനും പിഗ്മെൻറ്റേഷൻ ആവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. സോ ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാണ്. നല്ലതുപോലെ സ്ക്രബ് ചെയ്യേണ്ടത് കല്ലിലൊക്കെ ആയിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഗേൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊടിച്ച് നിങ്ങൾ കൊണ്ടുപോകട്ടോ. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ നിങ്ങൾ തേനും നാരങ്ങയൊക്കെ ചേർത്തിട്ട് നിങ്ങളിങ്ങനെ ഒരു പേക്ക് ഇങ്ങനെ ഉപയോഗിക്കട്ടോ. സ്ക്രബ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി. നിങ്ങളിങ്ങനെ പേക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഈ പേക്ക് വാഷ് ചെയ്ത് കാണിക്കാം കേട്ടോ. സോ വാഷ് ചെയ്തപ്പോൾ കണ്ടില്ല, ഇതാ ഈ ഒരു റിസൾട്ടാണ് കേട്ടോ. എൻ്റെ ആ ഒരു ഏരിയ വന്നിട്ട് നല്ലൊരു പിങ്കിഷ് ആയിട്ട് മാറിയിട്ടുണ്ട് ഗൈസ്. സോ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നല്ലൊരു മാറ്റം അനുഭവപ്പെടുന്നു കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിപ് ബാം അല്ലെങ്കിൽ അലോവേര ജെൽ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ആ ഏരിയ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ ഇതുപോലെ അങ്ങ് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. സോ പക്ഷേ എനിക്ക് നെയ്യുടെ സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്ട്രോബെറിയുടെ ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്തത്. സോ എനിക്ക് എന്ത് പറയാനെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു ഏരിയ വന്നിട്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് മാറും. മാത്രമല്ല ഒരു പിങ്കിഷ് കളറായിട്ട് മാറും കേട്ടോ. പിഗ്മെൻറ്റേഷനൊക്കെ മാറി എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും കൊള്ളാം കേട്ടോ. ടാറ്റാ.